ഗസയിൽ വീണ്ടും സമ്പൂർണ്ണ ആക്രമണം. ജനുവരി 19 വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം നടന്ന ഏറ്റവും വലിയ വ്യോമാക്രമണത്തിനാണ് നിലവിൽ ഗസ സാക്ഷ്യം വഹിക്കുന്നത്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 24 മണിക്കൂറിൽ മാത്രം 100 പേരോളം കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടെ മരണസംഖ്യ 200 കടന്നതായി ഏറ്റവും പുതിയ വിവരവും പുറത്തുവരുന്നു. എന്നത്തെയും പോലെ ആക്രമണത്തിന്റെ ഉദ്ദേശം ഹമാസിനെ തകർക്കുകയാണെന്ന വാദം തന്നെയാണ് ഇസ്രായേൽ ഇത്തവണയും നിരത്തിയിരിക്കുന്നത്. ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. US പ്രസിഡൻഷ്യൽ ദൂതൻ വിറ്റ്കോഫിൽ നിന്നും മധ്യസ്ഥരിൽ നിന്നും ചർച്ചകൾക്ക് ശേഷം അത്തരമൊരു സന്ദേശമാണ് തങ്ങൾക്ക് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിൻ്റെ വിശദീകരണം. രണ്ടാം ഘട്ട ചർച്ചയല്ല, ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കണമെന്ന മുന്നറിയിപ്പുമാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ബഫർ സോണിൽ വലിയ രീതിയിലുള്ള പടയൊരുക്കമാണ് ഇസ്രായേൽ സേന നടത്തുന്നതെന്ന് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. വെസ്റ്റ് ബാങ്കിലും ആക്രമണം തുടരുന്നുണ്ട്. റാമല്ലയും ജനിനുമെല്ലാം ഗസയ്ക്ക് തുല്യമായി ആക്രമണങ്ങൾ നേരിടുകയാണ്. സദേൺ ലെബനനിലും ആക്രമണം ആരംഭിച്ചു. ഹിസ്ബുള്ളയുമായി ഉണ്ടാക്കിയ നവംബർ 27 വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ലെബനനിലെ ആക്രമണം. അന്താരാഷ്ട്ര നിയമങ്ങൾ മാത്രമല്ല, സ്വന്തം കരാറുകൾ പോലും ഇസ്രായേൽ വിലകൽപ്പിക്കുന്നില്ലെന്നാണ് ഇതിനർത്ഥം. ഹമാസുമായുള്ള കരാറിൻ്റെ രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ ഇസ്രായേലിന് താൽപ്പര്യമില്ല എന്നതിൻ്റെ സൂചന കൂടിയായി ഈ ആക്രമണങ്ങളെ കാണാം. വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലസ്തീൻ രാഷ്ട്രത്തിലേക്ക് സാധ്യത തുറക്കുമെന്ന് ഇസ്രായേൽ ഭയക്കുന്നുണ്ട്. അതിനിടെ US-നെതിരെ അതിശക്തമായ ആരോപണം ഉന്നയിച്ച് ഹമാസ് വക്താവ് രംഗത്ത് വന്നു. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ US-ന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് സങ്കീർണമാക്കുകയാണെന്നാണ് ഹമാസ് വക്താവ് ഹസേം ഹാസിം ആരോപിച്ചത്. CNN-ൽ വിറ്റ്കോഫിന്റെ അഭിമുഖം വന്നതിന് പിന്നാലെയാണ് ഹാസിമിന്റെ പ്രതികരണം. കുറച്ചുകൂടി വിവേകത്തോടെ ഹമാസ് പെരുമാറണമെന്നാണ് വിറ്റ്കോഫ് അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതാണ് ഹമാസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഭീകരതയ്ക്കെതിരെയുള്ള US-ന്റെ തെളിവാണ് യമനിൽ നടത്തുന്ന ആക്രമണമെന്നും വിറ്റ്കോഫ് അഭിപ്രായപ്പെട്ടു. ഭീഷണിയല്ല, സമാധാന ശ്രമങ്ങൾ നടത്താൻ ഇസ്രായേലിനെ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഹമാസ് വക്താവ് പറഞ്ഞു. അതേസമയം ആക്രമണം മാത്രമല്ല, പലസ്തീനികളെ പട്ടിണിക്കിട്ടും ഇസ്രായേൽ പക വീട്ടുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേൽ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിലും നിരോധനം ഏർപ്പെടുത്തി. പലസ്തീനികൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം എത്തിക്കാൻ കഴിയുന്ന ഏക ഏജൻസിയുടെ പ്രവർത്തനമാണ് ഇതോടെ നിർവീര്യമാക്കിയത്. 20 ദിവസങ്ങളോളം പിന്നിട്ട ഇസ്രായേൽ ഉപരോധത്തിൽ ഗസയിൽ പട്ടിണി പെരുകുകയാണ്. കുടിവെള്ളം, ഭക്ഷണം, മരുന്നുകൾ എല്ലാം തീർന്നു വരികയാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ കടുത്ത ഭക്ഷ്യപ്രതിസന്ധി നേരിടുന്നുവെന്ന് യുനിസെഫ് പറഞ്ഞു. സാമൂഹ്യ അടുക്കളയും വേഗം അടച്ചുപൂട്ടുകയാണ്. ദറൽ ബലായിൽ മുമ്പ് 40,000 പേർക്ക് ദിവസവും ഭക്ഷണം നൽകിയിരിക്കുന്ന സാമൂഹ്യ അടുക്കള നിലവിൽ 10,000 പേർക്ക് മാത്രമാണ് ഭക്ഷണം നൽകുന്നത്. ഇതിനിടെ പട്ടിണി കിടക്കുന്ന മുനമ്പിൽ വിശന്ന് കഴിയുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹവും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പട്ടിണിയെ യുദ്ധതന്ത്രമാക്കുന്ന ഇസ്രായേൽ നടപടിയെ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ താനി ആവശ്യപ്പെട്ടു.